അസ്സലാമു അലൈക്കും. കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്ന് മുബഷിറ എന്ന് പറയുന്ന 19 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിച്ചു. ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന വാർത്തയാണ്. വളരെ സങ്കടത്തോടു കൂടി മാത്രമേ എനിക്ക് ഇതിനോട് പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ ഒരു വാർത്ത നിങ്ങൾ കാണണം. ആ വാർത്തയിൽ പറയുന്നത് മുബഷിറ എന്ന് പറയുന്ന 19 വയസ്സുള്ള സഹോദരി ഏതായാലും എലിവേഷൻ കുടിച്ചതിന് ശേഷം ജൂൺ 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ മാസം മധ്യത്തോടു കൂടി ഇപ്പോൾ മരണമടഞ്ഞിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആ സഹോദരിയെ ഒരു മദ്രസ അധ്യാപകനുമായിട്ട് കല്യാണം ആലോചിച്ചിരുന്നു. അതിൽ മനം നൊന്താണ് ആ സഹോദരി ആത്മഹത്യക്ക് ശ്രമിച്ചതും ഇപ്പോൾ മരണമടഞ്ഞതും എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആ വാർത്ത കേൾക്കാം. അതിനുശേഷം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഇതാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ചിലപ്പോൾ ആടിനെ പട്ടിയാക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ പട്ടിയെ പിടിച്ച് ആടാക്കുകയൊക്കെ ചെയ്യും. അത്തരത്തിൽപ്പെട്ട ഒരു കാലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. നമുക്ക് ആദ്യമായിട്ട് ആ ചാനൽ വന്ന വാർത്ത ഒന്ന് കാണാം. ബൈജു, ജൂൺ 2 മുബഷിറയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എലിവിഷം കഴിച്ച നിലയിൽ. അപ്പോൾ മരണം സംഭവിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നാണ് പറയുന്നത്? ഈ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ ആത്മഹത്യയിലേക്ക് കാരണം? ടോമെ, അത് തന്നെയാണ് പോലീസ് പറയുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ 2 മുബഷിറയെ ഇത്തരത്തിൽ എലിവിഷം അകത്ത് ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു. അങ്ങനെ മംഗളൂരുവിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മുബഷിറ മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ മുബഷിറയ്ക്ക് ഒരു 19 വയസ്സുകാരിയാണ് മുബഷിറ, ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഇവർക്ക് ഒരു മദ്രസ അധ്യാപകരുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. അതിലുള്ള ഒരു അതൃപ്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കടുംകൈ ചെയ്യാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നേരത്തെ ഒന്നും ഈ വിഷം കഴിച്ച സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്രയും ദിവസത്തിനിടയിൽ എന്താണ് ഇങ്ങനെ ഒരു എലിവിഷം അകത്ത് ചെല്ലാൻ ഇടയായ കാരണം എന്നത് സംബന്ധിച്ച ഒരു ദുരൂഹതയുണ്ടായിരുന്നു. അങ്ങനെ പോലീസിൽ കൃത്യമായി അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു വിവാഹം ഉറപ്പിച്ചിരുന്നു. ആ വിവാഹത്തിലുള്ള എതിർപ്പിനെ തുടർന്നാണ് ഈ കുട്ടി ജീവനെടുക്കാൻ എലിവിഷം കഴിച്ചതും പിന്നീട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കുന്നതും ഇന്നലെ രാത്രി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടോ എന്നതും പോലീസ് പോലീസിന് വക്കിൽ നിന്ന് കിട്ടിയ വിവരമാണ് എന്നൊക്കെ പറയുന്നു. പോലീസ് ഇനിയും വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണത്തിൽ ദുരൂഹതയുണ്ട്. അതുപോലെ തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതൊക്കെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സഹോദരി മരിച്ചത് അവർ പറയുന്നത് ഒരു മദ്രസ അധ്യാപകനുമായിട്ട് കല്യാണം ആലോചിച്ചുള്ള മനോവിഷമം കാരണമാണ് ആ സഹോദരി എലിവേഷം എടുത്ത് കഴിച്ചത് ഏതെന്നും. അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അതിനുശേഷം ഒരു 10 ദിവസമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞത്. പക്ഷേ ഈ ഒരു കാര്യം പച്ചക്കളവാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതല്ല അതിൻ്റെ ഒറിജിനൽ, ഇതല്ല അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ സഹോദരി ഒരു മദ്രസ അധ്യാപകനെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ മദ്രസ അധ്യാപകനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ആ സഹോദരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാതാപിതാക്കളോട് എനിക്ക് ഈ മദ്രസ അധ്യാപകനെ കല്യാണം കഴിച്ചു തരണമെന്ന് ഈ മുബഷിറ എന്ന് പറയുന്ന 19 വയസ്സുള്ള കാസർഗോഡുകാരി സ്വന്തം ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞതാണ്. പക്ഷേ അവരാണ് അത് സമ്മതിക്കാതിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അവർ ആ വിവാഹത്തിൽ നിന്ന് ഈ സഹോദരിയെ പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ ജോലിയുള്ള ഒരു മനുഷ്യരുമായിട്ട് കല്യാണം ആലോചിക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഈ സഹോദരി പറയുന്നത് എനിക്ക് ഈ പ്രൈമറി അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന സാധാ ഉസ്താദിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്നു. എന്താണെന്നറിയില്ല. ആ ഒരു സമയത്ത് മാതാപിതാക്കൾ അതിന് എതിര് നിൽക്കുകയാണ്. ആ ഒരു മനോവിഷമം ആ സഹോദരിക്ക് സഹിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നില്ല. കാരണം അത്രയധികം ആ സഹോദരനെ അല്ലെങ്കിൽ ആ പറയുന്ന മദ്രസ അധ്യാപകനെ ആ സഹോദരി ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ മനം നൊന്തിട്ടാണ് ആ സഹോദരി എലിവിഷം എടുത്ത് കഴിക്കുന്നു. അതിനുശേഷം ഈ ഒരു കാര്യം മാതാപിതാക്കളോട് പറയുന്നു. പക്ഷേ സമയം കഴിഞ്ഞിരുന്നു. എലിവിഷം ശരീരത്തിൽ കയറിപ്പോയിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. പക്ഷേ ഈ സഹോദരിയുടെ സ്നേഹവും ഇതെല്ലാം മാതാപിതാക്കൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് മകളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്നൊക്കെ അവർ പറയുന്നു. അതിന് സമ്മതം കൊടുക്കുന്നു. പക്ഷേ അതൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ ഒരു തീരുമാനം തിരുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പടച്ചിറപ്പ് ആ സഹോദരിക്ക് ആയുസ് കൊടുത്തില്ല എന്നുള്ളതാണ്
ആ സഹോദരി പഠിച്ച റബ്ബിന് ഉത്തരം നൽകിക്കൊണ്ട് മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്, കാരണം ഇതൊരു ഉസ്താദിനെതിരെയുള്ള ഒരു വാർത്തയാണ് എന്ന് കണ്ടപ്പോൾ എല്ലാവരും കൂടി ഉസ്താദിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രമിച്ചു. അതുകൊണ്ട് ആ സഹോദരി എലിവേഷൻ കഴിച്ചു മരിച്ചു എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ നേരെ ഓപ്പോസിറ്റാണ്, അല്ലെങ്കിൽ തലതിരിച്ചാണ് എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. ഇതൊന്നും അന്വേഷിക്കാതെ ഇത്തരം ന്യൂസ് ചാനലുകൾ വരെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനെ ആധികാരികമാക്കിയിട്ട് പല ചാനലുകൾ വരെ ഈ വാർത്തകൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ സഹോദരി കല്യാണം കഴിക്കാൻ പറഞ്ഞതൊരു മദ്രസ അധ്യാപകനെയാണ്. വീട്ടുകാരാണ് അതിന് എതിര് നിന്നത്. പക്ഷേ അതിനുശേഷം മാതാപിതാക്കൾ സമ്മതിച്ചെങ്കിലും സമയം വൈകിപ്പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീട്ടുകാർ നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ ആലോചന എന്നൊക്കെ പറയുന്നത് അത് തീർച്ചയായിട്ടും നല്ലത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ അവർ നമുക്ക് ഡ്രസ്സുകളായാലും സ്ഥലങ്ങളായാലും ഭക്ഷണങ്ങളായാലും എന്ത് തന്നെ ആയാലും ഏറ്റവും നല്ലത് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ഒരിക്കലും അവർ നമുക്ക് മോശമായ ഒരു കാര്യം സെലക്ട് ചെയ്ത് തരികയില്ല. പക്ഷേ ഈ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വീട്ടുകാരോട് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ സഹോദരിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണമായിരുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് പഠിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാത്തൊരു കാലത്തോളം ഇത്തരത്തിൽപ്പെട്ട ധൃതി പിടിച്ച തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ എന്തെങ്കിലും അനിഷ്ടമായ ചില സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജീവിക്കേണ്ടതവരാണ്. അവരുടെ തീരുമാനം തീർച്ചയായിട്ടും നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ പരിഗണിക്കണം. ഒരു ഒരായുഷ്കാലം മുഴുവൻ ആ സഹോദരനൊപ്പം ഭാര്യയും ഭർത്താവുമായി ജീവിക്കേണ്ടതാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ അവരെ തള്ളിവിടുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാർത്തകൾ കേൾക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ജാഗ്രത പുലർത്തുക തന്നെ വേണം. ഏതായാലും ആ സഹോദരിയുടെ കബറിടം പഠിച്ചോ വിശാലമാക്കി കൊടുത്ത് മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമേ ഇപ്പോൾ പറ്റുകയുള്ളൂ. ഏതായാലും ഈ ഒരു വാർത്ത ഫേക്കാണ്, ഇത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ളൂ. ഏതായാലും മുബഷിറ എന്ന് പറയുന്ന സഹോദരി മരണമടഞ്ഞു എന്നുള്ള സത്യമാണ്. ആ മരണത്തിന് കാരണം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ എലിവിഷം ഉള്ളിൽ ചെന്ന് അത് മാരകമായ രീതിയിൽ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് മരണകാരണം. അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് മദ്രസ അധ്യാപകനെ കല്യാണം ആലോചിച്ചതുകൊണ്ട് മുബഷിറ പോയിട്ട് ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കാണുക. കാരണം ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ തെറ്റിദ്ധരിച്ച് കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.